കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 12-ാമത്തെ വാക്യം. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഫേസ്യ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ആദ്യ സ്നേഹം എനിക്ക് നഷ്ടമായി പോയിട്ടുണ്ട്, തിരിച്ചു വരണം. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12-13 വചനപ്രകാരം വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പം ആ ദൈവസ്നേഹത്തിൻ്റെ തണുപ്പ് ബാധിച്ചേക്കാം. പുറമേയുള്ള ആളുകളുടെ തണുപ്പ് അത് പറ്റുന്ന, പക്ഷെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് ദൈവസ്നേഹം അറിയാവുന്നത്. അപ്പം ആ ദൈവത്തിനോടുള്ള സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരോട്, സഹപ്രവർത്തകരോടും സഹജീവികളോടും കാണിക്കുവാനുള്ള കൽപ്പനയും സ്നേഹമാണ്. പുതിയ നിയമത്തിൽ വേറെ ന്യായപ്രമാണമൊന്നുമില്ല. നമ്മൾ സ്നേഹിക്കാനുള്ളവരാണ്. സത്യം മാത്രം സംസാരിക്കുകയും കർത്താവിനെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ളവരാണ്. ആ ദൈവസ്നേഹം നമ്മൾ തണുത്ത് അല്ലെങ്കിൽ അതിൽ ജീവനില്ലാതെ പോയാൽ അപകടകരമാണ്. കർത്താവ് തന്നെ അത് നമുക്ക് പിന്നെയും കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8:38 പറയുന്നുണ്ട്, എന്നെ കുറിച്ച് നിങ്ങളിൽ ആരെങ്കിലും നാണിച്ചാൽ, മനസ്സിലായോ? നിങ്ങൾ ആരെങ്കിലും നാണിച്ചാൽ, ആരായാലും ശരി, നാണിച്ചാൽ ദൈവത്തിൻ്റെ മുമ്പാകെ, അപ്പൻ്റെ മുമ്പാകെ ഞാനും അങ്ങനെ നാണിക്കുന്നവരെ കുറിച്ച് നാണിക്കും. ന്യായാസനത്തിൽ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരും. അവിടെ നമ്മെ ഏറ്റു പറയുന്നവനായ യേശു കർത്താവുണ്ട്. ആ ഒരു ധൈര്യമേ നമുക്കുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ ഏറ്റു പറഞ്ഞ് ജീവിക്കണം. യേശു എന്ന നാമത്തിൽ കർത്താവിനെ കുറിച്ചുള്ള ഒരു വിധത്തിൽ ഒരു ശൈയും നമുക്ക് പാടില്ല. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും കർത്താവിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ആ രീതിയിലുള്ള ജീവിത ശൈലി ആയിരിക്കണം നമ്മൾ. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനും മഹത്വപ്പെടുത്താൻ പറ്റുന്ന എല്ലായിടത്തും മഹത്വപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പാടുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:62 പറഞ്ഞിരിക്കുന്നത്, തുടങ്ങിയിട്ട് കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ കർത്താവിനെ ഉപേക്ഷിച്ച് പിന്നിലേക്ക് പോകരുത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കരുത്. ഇതാണ് ദേമാസ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്തുവാ പറയുന്നത്? ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്ന്. അതുപോലെ തന്നെ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടറും അപ്പോസ്തലനായ പൗലോസിൻ്റെ സുവിശേഷം, അദ്ദേഹം പറഞ്ഞ യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന് എതിരെ നിന്നു. അവരെല്ലാവരും ആദ്യം വിശ്വാസികളായിരുന്നല്ല, അതാ വിശേഷം. അവർ ദൈവത്തെ ഏറ്റുപറഞ്ഞ് നടന്നവരാണ്. പക്ഷെ ഒടുവിൽ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ പിന്നാലെ പോയി. കാലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കുന്നവന് ദൈവരാജ്യത്തിൽ കൊള്ളുകയില്ല. കർത്താവ് ഉപേക്ഷിച്ച് പോയി. അതുകൊണ്ട് ദൈവസ്നേഹം തണുത്തു പോകാൻ ഒരിക്കലും, ലവദേശീയ സഭ പോലെ തണുത്തു പോകാൻ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മൾ കർത്താവിനുള്ളതായ ചൂടോടെ ആ സ്നേഹം എപ്പോഴും നെഞ്ചിലേറ്റി നടക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ആവശ്യം. എങ്ങനെയാണ് സാധിക്കുക? യോഹന്നാൻ 15:6 പറഞ്ഞിരിക്കുന്നത് പോലെയാണ്, എന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവസ്നേഹം വേണമെന്നുണ്ടെങ്കിൽ കർത്താവിൽ തന്നെ നിരന്തര സമ്പർക്കം കർത്താവുമായിട്ടുണ്ടായിരിക്കണം. ഒന്നാമത് ദൈവവചനത്തിനുള്ള സ്നേഹം. ദിനംതോറും എത്തുന്ന സമയം മുഴുവനും ദൈവവചനം വായിക്കുകയും വാക്യങ്ങൾ കാണാതെ പഠിക്കുകയൊക്കെ വേണം. പ്രാർത്ഥന നിരതരായിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണം. നിങ്ങൾ ഔദ്യോഗിക രംഗത്തിലാണെങ്കിൽ പോലും
കിട്ടുന്ന സമയത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നന്ദി പറയുവാൻ നമുക്ക് ഇടവരണം. ആ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയാനൊക്കത്തുള്ളൂ. അതുപോലെ ആവർത്തന പുസ്തകം പഴയ നിയമത്തിലെ 4-ാം അധ്യായം 9 പറയുന്നത്, ദൈവസ്നേഹമുള്ളവർ പിൻതലമുറയെ നാം എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തും. അത് ആവർത്തന പുസ്തകം 4:9 നിങ്ങൾ വായിച്ചു നോക്കണം. സമയമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തും. അതായത് നിങ്ങൾ കണ്ണാലെ കണ്ടിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയൊക്കെ നടന്നു വന്നു, നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് പിൻതലമുറയെ ജാഗ്രതയോടെ പഠിപ്പിക്കണം എന്നവിടെ പറയും. ദൈവസ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെയും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാതയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, നമ്മുടെ ദൈവം വളർത്തിയതും നടത്തിയതും അനുഗ്രഹിച്ചതും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളും അറിയണം. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് നടക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷത്തിൽ ഒരു പ്രവചനം പോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? അധർമ്മം പെരുകുന്നതുകൊണ്ട്, അതാണ് പാപം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇന്നത്തെ പോലെ ലോകത്ത് അധർമ്മം പെരിയ വേറൊരു കാലമല്ല. കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.